உலகத்துல இருக்க எல்லா தங்கத்தையும் உனக்கே தரமா. Almost 20 years ago, Cristiano Ronaldo embarked upon his own journey from Funchal to Lisbon to Manchester to Madrid. The boy from Madeira with magic in his boots and a burning desire to be the greatest. The man who would And the boy from Madeira who loves playing for his country. 21-year-old Cristiano Ronaldo. எனக்கு ஒரு வாக்கு கூட நீ எப்படி வாழ போறியோன்னு எனக்கு தெரியாது. ஆனா சாகும்போது இந்த உலகமே மதிக்கிற பெரிய பணக்காரனா தான் சாகணும். And the boy from Madeira who loves playing for his country. 21-year-old Cristiano Ronaldo waits for referee Poular's whistle, composes himself and scores. boots and a burning desire to be the greatest. The man who would be king. ജൂൺ 5-ാം തീയതി ലോകമെമ്പാടുമുള്ള ലയണൽ മെസ്സി ആരാധകർക്ക് ആഹ്ലാദാരവങ്ങളുടേതായിരുന്നു. ദേശീയ ജേഴ്സിയിൽ തിളങ്ങുന്നില്ലെന്ന് പഴിച്ച തങ്ങളുടെ സൂപ്പർ താരം മാസങ്ങൾക്കും അപ്പുറമുള്ള ഖത്തറിലെ ഫുട്ബോൾ മാമാകത്തിന് മുമ്പ് ഫോമിൻ്റെ ഉന്നതിയിലേക്ക് എത്തിയത് അവർ അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. 11 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വൻകര ചാമ്പ്യന്മാരുടെ പോരാട്ടത്തിൽ പേരുകേട്ട ഇറ്റാലിയൻ പ്രതിരോധത്തെ നിലംപരിശാക്കി അർജന്റീന കിരീടമുയർത്തിയപ്പോഴും വെള്ളയും നീലയും മഴക് ചാർത്തിയ ആ കുപ്പായത്തിൽ തങ്ങളുടെ മെസ്സിയുടെ തിളക്കത്തിനൊപ്പം തന്നെ അർജന്റീനയുടെ കിരീട നേട്ടവും ആരാധകർ ആഘോഷമാക്കുന്നുണ്ട്. മെസ്സിയുടെ ആ ഫോമിന് പിന്നാലെ എല്ലാ കണ്ണുകളും പിന്നീട് നീണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന 37-കാരനേക്കായിരുന്നു. തൊട്ടടുത്ത ദിവസം സ്വിറ്റ്സർലൻഡിനെതിരെ റൊണോ കളത്തിലിറങ്ങുന്നത് തന്നെയായിരുന്നു അതിനേക കാരണവും. അദ്ദേഹവും തൻ്റെ ആരാധകരെ നിരാശപ്പെടുത്തിയില്ല. 35-ാം മിനിറ്റിലും 39-ാം മിനിറ്റിലും പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് തൻ്റെ സ്ട്രൈക്കിംഗ് മികവിന് ഈ പ്രായത്തിലും കൈമോശം വന്നിട്ടില്ല എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ലിസ്ബണിലെ ജോസ് ആൽവേഡ സ്റ്റേഡിയത്തിൽ സ്വിറ്റ്സർലൻഡിനെ 4-0 തകർത്ത് പോർച്ചുഗീസ് പട തിരികെ കയറുമ്പോൾ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് ആ ഗാലറിയിൽ കണ്ണീർ പൊഴിക്കുന്ന പോർച്ചുഗലിൻ്റെ ചുവന്ന ജേഴ്സി ധരിച്ച ഒരു മുഖം മാത്രമായിരുന്നു. നേരത്തെയും ക്രിസ്ത്യാനോ എന്ന സൂപ്പർമാൻ 2 തവണ ശിശുവല ചലിപ്പിക്കുമ്പോഴും കണ്ണീർ വാർത്ത ഇതേ മുഖം ക്യാമറകൾ ഒപ്പിയെടുത്തിരുന്നു. ഇരട്ട ഗോളുകൾ നേടി റൊണോ ആകാശത്തേക്ക് കൈയുയർത്തി നിൽക്കുന്ന ചിത്രത്തിനൊപ്പം നേരത്തെ കണ്ണീർ വാർത്ത ആ മുഖവും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വൈറലായി. ഒപ്പം സ്റ്റാറ്റസുകളിൽ നിന്നും സ്റ്റാറ്റസിലേക്ക് പാറി കളിക്കുകയും ചെയ്തു. അത് മറ്റാരുമായിരുന്നില്ല, ഒരു രാജ്യം ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിൻ്റെ അമ്മ മരിയ ഡോളസ് ഡോസ് സാന്റോസ് അവേറ. തൻ്റെ മകൻ രാജ്യത്തിനായി 117-ാം ഗോൾ കുറിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള ആരാധകരുടെ സ്നേഹത്തിന് പാത്രമാകുന്നതിനും സാക്ഷിയായ അമ്മയുടെ ഓർമ്മകൾ ഒരു തെല്ലിട നേരത്തെങ്കിലും 37 വർഷങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. മകൻ്റെ വളർച്ചയ്ക്കായി യാതനകൾ സഹിച്ച നിരവധി അമ്മമാരുണ്ട് ഈ ഫുട്ബോൾ ലോകത്ത്. കളിക്കാർ മൈതാനത്ത് ഉപേക്ഷിച്ചു പോകുന്ന ജേഴ്സിയും മറ്റും മകനായി മാറ്റിവെച്ച സാക്ഷാൽ യോഹാൻ ക്രൈഫിൻ്റെ അമ്മ പെട്രോനല്ല ബെർണാഡോ മുതൽ ഇങ്ങു ദൂരെ തൃശ്ശൂർ കോലോത്തുപാടത്ത് പഴയ കുപ്പിയും പാട്ടയും പറക്കി നടന്നിരുന്ന അയിനുവളപ്പിൽ കൊച്ചമ്മോ എന്ന അയ്യൻ വിജയൻ ഇതിഹാസത്തിൻ്റെ അമ്മ വരെയുണ്ട് ആ കൂട്ടത്തിൽ.
എന്നാൽ മറ്റമ്മമാർക്ക് മകൻ്റെ വളർച്ചയ്ക്ക് സഹിച്ച യാതനകളുടെ കഥകൾ പറയാനുള്ളപ്പോൾ പട്ടിണി മൂലം ഉദരത്തിൽ വളരുകയായിരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച കഥയാണ് മരിയ ഡോളറസ് ഡോസ് സാന്റോസ് സവേറ എന്ന പോർച്ചുഗീസുകാരിക്ക് ഈ ലോകത്തോട് പറയുവാനും പങ്കുവയ്ക്കുവാനും ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മദർ കരേജ് എന്ന തൻ്റെ ആത്മകഥയിലൂടെയാണ് ലോകം ഇന്ന് ആരാധിക്കുന്ന ആ ഇതിഹാസത്തെ ജനിക്കും മുമ്പ് ഇല്ലായ്മ ചെയ്യാൻ താൻ ആലോചിച്ചിരുന്ന കാര്യം മരിയ ഈ ലോകത്തോട് വെളിപ്പെടുത്തുന്നത്. ഒടുവിൽ ഡോക്ടറുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് മരിയയ്ക്ക് ആ കുഞ്ഞിനെ ജന്മം പോലും നൽകേണ്ടി വന്നത്. അങ്ങനെ നാം ഇന്ന് ആരാധിക്കുന്ന റൊണാൾഡോ ഇതിഹാസം ലോകത്ത് പിറവിയെടുക്കുന്നു. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാത്ത കടുത്ത മദ്യപാനിയായിരുന്ന ഭർത്താവ് ജോസ് ഡെന്നിസ് സവേറയാണ് ഒരു പരിധിവരെ അത്തരമൊരു തീരുമാനത്തിലേക്ക് അവരെ നയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. മുതിർന്നു കഴിഞ്ഞ് ആ അമ്മ തന്നെയാണ് മകനെ ഇല്ലാതാക്കാൻ നോക്കിയ കാര്യം റോണോയോട് പറയുന്നതും. എന്നിട്ട് പോലും അയാൾക്ക് തൻ്റെ അമ്മയോടുള്ള സ്നേഹത്തിന് തെല്ലും കുറവുണ്ടായതേയില്ല. ഈ രഹസ്യം ഒരിക്കൽ പോലും ലോകത്തോട് പറയരുതെന്ന് അയാൾ അമ്മയോട് പറയുന്നുണ്ട്. ലോകമെമ്പാടും CR7 ഒരു ബ്രാൻഡായി വളർന്നപ്പോഴും ഈ രഹസ്യമായി തന്നെ തുടർന്നു. എങ്കിലും ആ അമ്മയുടെ മനസ്സിൽ ആ വേദന അങ്ങനെ നീർക്കെടുക്കുന്നുണ്ട്. ഒടുവിൽ ആ മകൻ്റെ കൂടി സമ്മതത്തോടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ രഹസ്യം മരിയ ലോകത്തോട് പരസ്യമാക്കുന്നതും. റൊണാൾഡോ എന്ന ഇതിഹാസത്തിൻ്റെ വളർച്ചയിൽ മരിയയുടെ പങ്ക് തെല്ലും ചെറുതല്ല. മുഴുകുടിയനായിരുന്ന ഭർത്താവിനെ കൊണ്ട് കുടുംബത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. നന്നേ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഫുട്ബോൾ വാസനകൾക്ക് കരുത്ത് പകർന്നതും ഒപ്പം നിന്നതും മരിയ തന്നെയായിരുന്നു. വീട്ടുജോലിയെടുത്ത് ആ അമ്മ മിച്ചം വെക്കുന്ന പണമാണ് കുഞ്ഞു റോണോയ്ക്ക് പലപ്പോഴും ജേഴ്സിയും ബൂട്ടുകളുമെല്ലാമായി മാറിയിരുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ പഠനം നിർത്തി ആ മകൻ ഫുട്ബോൾ എന്ന സ്വപ്നത്തിന് പിന്നാലെ പോയപ്പോൾ കുടുംബത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ലെന്ന് കരുതി അവനെ അവർ തടയാൻ ശ്രമിക്കാതിരുന്നതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്ത്യാനോ എന്ന ഇതിഹാസം. ഇന്ന് ജന്മനാടായ മെദിരിയിൽ മരിയ വിമാനമിറങ്ങുന്ന വിമാനത്താവളത്തിന് പോലും ആ അമ്മയുടെ മകൻ്റെ പേരാണ്. 14-ാം വയസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ആ മകൻ സ്വന്തം നാട്ടിലെ നിരവധി സ്കൂളുകൾക്കാണ് സാമ്പത്തികമായി സഹായം നൽകുന്നത്. അത് ലിസ്ബണിലെ ജോസ് ആൽവേഡോ സ്റ്റേഡിയത്തിൽ മകന് മുന്നിൽ കണ്ണീർ വാർത്തപ്പോൾ ഈ ഓർമ്മകളെല്ലാം ഒരു നിമിഷത്തേക്കെങ്കിലും ആ അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകില്ലേ? ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. ഈ കഥ തുടങ്ങുന്നത് പോലും അവരിൽ നിന്നാണ്. വിധിയോട് പോലും പോരടിച്ച കഥ. ഭാര്യയെപ്പോലും അയാൾ അവർക്ക് വേണ്ടി മാറ്റി നിർത്തുന്നുണ്ട്. സിനിമയല്ല, യാഥാർത്ഥ്യം. അമ്മയേക്കാൾ വലുതായി അയാൾക്ക് മറ്റൊന്നും ഈ ഭൂമിയിലില്ല. അവരില്ലെങ്കിൽ പിന്നെ CR7 എന്ന ബ്രാൻഡ് പോലും ഇന്ന് ഈ ലോകത്ത് അവശേഷിക്കുമായിരുന്നില്ല. അത് അമ്മ മരിയ ഡോളറസ് സാന്റോസ്.